ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിപ്പോൾ +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലെ ഡിഫറൻസിയേഷൻ എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതിൽ കുറച്ച് ഡെറിവേറ്റീവ്സിൻ്റെ റിസൾട്ടുകളുണ്ട്. ആ ഡെറിവേറ്റീവ്സിൻ്റെ റിസൾട്ടുകൾ, അതായത് കുറച്ച് കാണാതെ പഠിക്കാനുള്ള ഫോമുലകളാണ്. അതിൽ ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0 ആണ്. ഫോർ എക്സാമ്പിൾ, ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക് കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റോ ഏത് വേണമെങ്കിലും വരാം. ഇപ്പോൾ ഒരു 3/2 ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആണ്. ഇപ്പോൾ 100 വന്നാലും ഏത് വലിയ കോൺസ്റ്റന്റ് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. dy/dx മീൻ ചെയ്യുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെയും വായിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 0 ആണ്. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് x⁻n, അതിൻ്റെ റിസൾട്ട് nx⁻n-1. ഇതുപോലൊരു റിസൾട്ട് നിങ്ങൾ നമ്മുടെ ലിമിറ്റ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുമല്ലോ. ലിമിറ്റ്സിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: ലിമിറ്റ് x ടെൻസ് ടു a x⁻n-a⁻n ഡിവൈഡഡ് ബൈ x മൈനസ് a ഈക്വൽ ടു n ഇൻറ്റു a⁻n-1 ആണ്. അവിടെ a ആണ് വരുന്നത്. ഇവിടെ വരുന്ന എന്താണോ അതാണ് അവിടെ വരുന്നത്. ഇവിടെ x⁻n-ന്റെ ഡെറിവേറ്റീവ് nx⁻n-1. ക്ലിയർ? ദെൻ ഡെറിവേറ്റീവ് ഓഫ് x ഈക്വൽ ടു 1 ആണ്. അത് ഈ ഫോമുലയിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. x⁻1 ആണല്ലോ ഇത്, അപ്പോൾ n വരെ 1 ആണ്. 1 ഇൻറ്റു x⁻1-1 1 - 1 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു x⁻0, ഇനി നമ്പർ റൈസ് ടു 0 1, അങ്ങനെയാണ് അത് 1 കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ രണ്ട് റിസൾട്ടുകളും കൂടെ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, എന്തായാലും ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട റിസൾട്ടാണ്. ഡെറിവേറ്റീവ് ഓഫ് x² എന്ന് പറയുന്നത് 2x ആണ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് x³ 3x². അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് x⁻4 എന്തായിരിക്കും? 4x³. ഡെറിവേറ്റീവ് ഓഫ് x⁻5 എന്തായിരിക്കും? 5x⁻4. അങ്ങനെ പോകും. നെക്സ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻x-ന്റെ ഡെറിവേറ്റീവ് ആണ്. e⁻x-ന്റെ ഡെറിവേറ്റീവ് e⁻x ആണ്. ഈ e⁻x എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടും. ഓക്കെ, ഇനി e⁻ax-ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ e⁻ax മീൻസ് എന്താണ്? e⁻3x അങ്ങനെയൊക്കെ വരാം. e⁻3x-ന്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്തായിരിക്കും? 3e⁻3x. അത് തന്നെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ ആണല്ലോ? ദെൻ a⁻x എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കോൺസ്റ്റന്റ് റൈസ് ടു എക്സ്. ഇതല്ല x⁻2 അങ്ങനെ വരുന്നതല്ല, ഒരു കോൺസ്റ്റന്റ് റൈസ് ടു എക്സ്. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് a⁻x ഇൻറ്റു log a. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? 2x ഇൻറ്റു log 2 എന്നായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഇത് 2 3 ഏത് വേണമെങ്കിലും വരാം. അതാണ് a⁻x, ഒരു കോൺസ്റ്റന്റ് റൈസ് ടു എക്സ് ആണ്. ഇത് x⁻2 ഒരു കോൺസ്റ്റന്റ് ആണ്, ഈ വരുന്നതല്ല. ഓക്കെ, ഇത് മുതലുള്ളത്. യെസ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് √x. √x-ന്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. 1/2 √x. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറയുന്നത് 1/x ആണ്. പക്ഷേ 1/x-ന്റെ ഡെറിവേറ്റീവ് തിരിച്ച് log x അങ്ങനെ പഠിക്കരുത്. 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x² ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രേഷനിൽ വരുന്ന റിസൾട്ടുകളുണ്ട്. ചിലതെല്ലാം ഇതിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നതാണ്. ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് ഇൻ്റഗ്രേഷൻ അറിയപ്പെടുന്നത്. അത് അപ്പോൾ പഠിക്കാം. ഇപ്പോൾ log x-ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. 1/x-ന്റെ ഡെറിവേറ്റീവ് -1/x². ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മുമ്പൊക്കെ കേട്ടിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്, 6 ഉണ്ടല്ലേ? അതിൻ്റെ ഡെറിവേറ്റീവ്സ് sin x-ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. പക്ഷേ cos x-ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -sin x. അവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത് കോ ഫംഗ്ഷൻ, അതായത് COയിൽ തുടങ്ങുന്ന കോ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ടിൽ നെഗറ്റീവ് വരും. കണ്ടല്ലോ, കോട്ട്, കൊസീക്ക്, ഇതിനെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ cos x-ന്റെ ഡെറിവേറ്റീവ് -sin x. നെക്സ്റ്റ് tan x-ന്റെ ഡെറിവേറ്റീവ് sec²x. sec x-ന്റെ ഡെറിവേറ്റീവ് സീക്കും ടാനും കൂടെയാണ് കണക്റ്റഡ്. അപ്പോൾ sec x ഇൻറ്റു tan x. ക്ലിയർ? ദെൻ cot x-ന്റെ ഡെറിവേറ്റീവ് -cosec²x ആണ്. അതുപോലെ തന്നെ cosec x-ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -cosec x cot x. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി ഇത്രയും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ടുകൾ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ടും ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് കൂടെ ഇതിൻ്റെ കൂടെ നോക്കാം. അതായത് പ്രോഡക്റ്റും ഡിവൈഡഡ് ബൈ, അതായത് ഫ്രാക്ഷനും ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യാം, അതും കൂടെ ഇതിനകത്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ടുകൾ. ഇൻവേഴ്സിലും ഇതുപോലെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് sin ഇൻവേഴ്സ് എക്സ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറിയാലോ അല്ലേ? സൈൻ ഇട്ടിട്ട് റൈസ് ടു -1 ഇട്ട് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് ഇതിനെ വായിക്കുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x². ഇതുപോലെ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിൽ നെഗറ്റീവ് കൂടെ വരും, -1/√1 - x². നമ്മൾ നേരത്തെയും പറഞ്ഞു, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലും പറഞ്ഞു, കോ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിൽ നെഗറ്റീവ് ആണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് റൂട്ടില്ല, ഡിനോമിനേറ്ററിൽ റൂട്ടില്ല, 1/1 + x² എന്നേ ഉള്ളൂ. അതപ്പോൾ ഡെറിവേറ്റീവ് ഓഫ്
കോട്ട് ഇൻവേഴ്സ് എക്സ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും? -1/1 + x². ഓക്കെ, ദെൻ ഇനി രണ്ടെണ്ണം കൂടെ. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് 1/x × x² - 1 ആണ് കേട്ടോ. 1 - x² അല്ല. മാത്രമല്ല ഈ റൂട്ടിൻ്റെ വെളിയിലൊരു എക്സ് കൂടെ ഉണ്ട്. ഇവിടെ ഒന്നിലും അങ്ങനെ ഇല്ല. ഇനി ഡെറിവേറ്റീവ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അതെന്തായിരിക്കും? കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇതിൽ മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ -1/x × x² - 1. ഇത്രയുമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ടുകൾ. ഓക്കെ, ഇനി ഡെറിവേറ്റീവിൽ വരുന്നത് തന്നെ ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. നമ്മൾ ലിമിറ്റ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്, അതായത് ലിമിറ്റുകൾ പ്ലസോ മൈനസോ ഒക്കെ വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യും, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വന്നാൽ എങ്ങനെ അപ്ലൈ ചെയ്യും, അതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ ആദ്യം ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. അതിലൊന്ന് ഡെറിവേറ്റീവ് ഓഫ് രണ്ട് ഫങ്ഷൻസ്, രണ്ടോ അതിലധികമോ ഫങ്ഷൻസിൻ്റെ സം f(x + g(x) എന്ന് വന്നു. ഈ ഡെറിവേറ്റീവ് ഇതിനും കൊടുക്കാം ഇതിനും കൊടുക്കാം, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. രണ്ടോ അതിലധികമോ എത്ര ഫങ്ഷൻസ് വന്നാലും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിവിടെ ഇടയ്ക്ക് പ്ലസ് ആയാലും മൈനസ് ആയാലും അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ഒരുമിച്ച് എഴുതാം. അതായത് ഡെറിവേറ്റീവ് ഓഫ് f(x) പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് g(x). ഇനിയും കൂടുതലുണ്ടെങ്കിൽ ആ പ്ലസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മൈനസ് ഇട്ടിട്ടോ അങ്ങോട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അത് കണക്ക് ഡെറിവേറ്റീവ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു f(x) ഇങ്ങനെ കിടക്കുന്നു. ദാറ്റ് മീൻസ് ഒരു 2x³ എന്നായി കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കോൺസ്റ്റൻറ്റിനെ ഡെറിവേറ്റീവ് അങ്ങനെ എടുക്കേണ്ട. കോൺസ്റ്റൻറ്റ് ഇതിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ അതിന് സ്കെയിലാർ എന്നാണ് അറിയപ്പെടുന്നത്. കെയോ ലാംഡയോ അല്ലെങ്കിൽ 2ഓ 3ഓ ഇങ്ങനെയൊക്കെ വരുന്നതിൽ ആ ഫംഗ്ഷൻ്റെ കൂടെ ചേർന്ന് വരുന്നത് സ്കെയിലാറാണ്. അങ്ങോട്ട് മാറ്റി നിർത്തിയതിന് ശേഷം ഡെറിവേറ്റീവ് ഓഫ് ആ f(x) അതെടുത്താൽ മതി. അതായത് ഇവിടെയും 2x³ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ 2നെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². ഇനി ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, 6x² എന്ന് കിട്ടും. പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് 2 എന്ന് മാത്രം വന്നാലോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കാരണം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. ഈ ഫംഗ്ഷൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ അത് സ്കെയിലറായിട്ട് കണക്കാക്കാം. അതിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അല്ലാതെ ഇതിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. നേരത്തെ നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി രണ്ട് റൂളുകളാണ്. അതായത് ഇപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നും പഠിച്ചു. അതായത് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടും കോൺസ്റ്റൻ്റ് അല്ല, ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ സ്കെയിലാറിനെ പുറത്തെടുത്തിട്ട് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി എന്നും പറഞ്ഞു. ഇനി അടുത്ത രണ്ട് നെയിംഡ് റൂൾസ് എന്ന് പറയുന്നത് ഒന്ന് പ്രോഡക്റ്റ് റൂൾ. കാരണം രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? f(x × g(x) എന്നൊക്കെ വന്നാൽ ആ f(x)നെ g(x)നെ ഞാൻ ഇങ്ങനെ എടുക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഒരു ഫംഗ്ഷൻ ഇൻറ്റു മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെയല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇങ്ങനെ വന്നു. ഫോർ എക്സാമ്പിൾ ഡെറിവേറ്റീവ് ഓഫ് x × sin x. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത് എക്സും സെക്കൻഡ് sin x ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾ ഇങ്ങനെയാണ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് മാത്രം എഴുതിയാൽ പോരാ. ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യം എഴുതിയിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ്, ഇടയ്ക്കുള്ളത് പ്ലസ് തന്നെയാണ്, മൈനസ് ഒന്നും വരില്ല. അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പഠിച്ചാൽ ഇനി ഒരു പക്ഷേ ഈ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് അങ്ങനെ പറയുന്നതിന് പകരം u × v = ഡെറിവേറ്റീവ് ഓഫ് uv എന്നാണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷന് ഇത് സെക്കൻഡ് ഫംഗ്ഷനും അങ്ങനെ എളുപ്പം എടുത്ത് പറഞ്ഞേക്കാം. എങ്കിൽ u × v' ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അത് തന്നെയാണ് ഇത്, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ u എന്ന് പറയുന്നത് ഇത് ഡെറിവേറ്റീവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ y ആണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനെ dy/dx എന്നും റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ y', അതുമല്ല എങ്കിൽ y1, ഇതൊക്കെ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് റൂൾ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്, പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, നെക്സ്റ്റ് കോഷ്യൻ്റ് റൂൾ. കോഷ്യൻ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത് ഒരു ഫ്രാക്ഷൻ ആയിട്ട് വരും. ഫ്രാക്ഷൻ കോഷ്യൻ്റ് റൂൾ. ഡെറിവേറ്റീവ് ഓഫ് ഇതും u/v എന്നും പഠിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പം ഇതുപോലെ പഠിക്കുന്നതാണ്. ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, dr എന്നും nr എന്നും ഇട്ടത് ഡിനോമിനേറ്റർ dr, മറ്റത് ന്യൂമറേറ്റർ. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ആദ്യം ഈ ഈക്വൽ നേരെ ഒരു ലൈൻ, അതായത് ഒരു മെയിൻ ഡിവിഷനാണ്. ആദ്യം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതാണ് ഫസ്റ്റ് ടേം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അടുത്ത് ഇവിടെ ഇടയ്ക്ക് ഉള്ള സൈൻ മൈനസ് ആണ്, പ്ലസ് അല്ല. പ്ലസ് വരുന്നത് പ്രോഡക്റ്റ് റൂളിലാണ്.
മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ, അതാണ് ഈ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ, ഡിനോമിനേറ്റർ എന്താണോ വരുന്നത് അതിൻ്റെ സ്ക്വയർ. അതിലും ഈ പറഞ്ഞ പോലെ log x ഡിവൈഡഡ് ബൈ എക്സ് എന്നോ 3x² ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇങ്ങനെയോ ഒക്കെ വരാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം എങ്കിൽ ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഡെറിവേറ്റീവ്സിലുള്ള റിസൾട്ടുകൾ. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് ഡെറിവേറ്റീവ്സിലെ സാധാരണ റിസൾട്ടുകൾ എന്ന് പറയുമ്പോൾ x³ x², x⁻n ഇതിൻ്റെയൊക്കെ റിസൾട്ടുകൾ. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് നമ്മൾ ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ 2 ഫംഗ്ഷൻസോ 3 ഫംഗ്ഷൻസോ ഒക്കെ ആഡ് ചെയ്യേണ്ടയോ സബ്ട്രാക്ട് ചെയ്യേണ്ടയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കാം. അതുപോലെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ സ്കെയിലാറിനെ എടുത്തതിന് ശേഷം ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. ഇനി കോഷ്യൻ റൂൾ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഒരു ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ഉണ്ടാവും. അപ്പോൾ അത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇത്രയും പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ റിസൾട്ടുകളെല്ലാം കൃത്യമായി പഠിച്ച് വെച്ചേക്കുക. കാരണം ഈ ചാപ്റ്ററിനകത്ത് നിന്ന് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അത് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ഉള്ളത് ആ പ്രൂവ് ദാറ്റിനകത്ത്. ഓക്കെ, അല്ലാതെ തന്നെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, ഇനി ഇതെല്ലാം തറവായി പഠിച്ചാൽ മാത്രമേ ഇനി ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടുകൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ഡെറിവേറ്റീവ്സിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ചിലതൊക്കെ മനസ്സിലാക്കി പഠിക്കാനുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ നമുക്ക് എളുപ്പമായിരിക്കും പഠിക്കാൻ. ക്ലിയർ? ഓക്കെ.